ഹായ്. ഈ അടുത്ത കാലത്ത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ സിനിമയായിരുന്നു ബ്ലഡി ബെഗർ എന്നുള്ളത്. കെവിനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും തിയേറ്റർ കാഴ്ചയിൽ മിസ്സായ സിനിമയാണ്. ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടത്. ശരിക്കും സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് എന്നുള്ളത് ഈ വരുന്ന 29-ാം തീയതിയാണ്. ആമസോൺ പ്രൈം വഴിയാണ് റിലീസ് ആകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കും. പൈറസിയും കാര്യങ്ങളും കോപ്പിറൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഗസ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. എന്തായാലും സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ആ ഒരു കഥാനായകൻ എന്നുള്ളത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബെഗറാണ്, അല്ലെങ്കിൽ ഒരു പിച്ചക്കാരനാണ്. എന്തായാലും അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഒരു മാൻഷനിൽ എത്തിപ്പെടുകയാണ്. അത് വലിയൊരു മണിമാളിക എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശത്ത്. എന്തായാലും അവിടെ വന്നിട്ട് ഒരു ട്രാപ്പിൽ അകപ്പെടുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ശേഷം അദ്ദേഹം ആ ഒരു മാൻഷനിൽ നിന്നും എസ്കേപ്പ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റർടൈനിങ് ആക്കി പ്രേക്ഷകരെ ഇരുത്താൻ ശ്രമിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബ്ലഡി ബെഗർ എന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ ആനകുതിര സംഭവം എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു സിമ്പിളായിട്ടുള്ള ത്രെഡ് തന്നെയാണ്. കൂടാതെ ഈ ഒരു സിനിമയുടെ ആ ഒരു കഥാപരിസരം എന്നുള്ളത് ഈ മാൻഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 90-95% സീനുകളും നടക്കാൻ പോകുന്നത് ഈ മാൻഷനുള്ളിൽ തന്നെയാണ്. അവിടെ വെച്ചിട്ട് കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അത് നായകനൊക്കെ ആയിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെ ഇങ്ങനെ തിരക്കഥയിലൂടെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അത് ത്രൂ ഔട്ട് പക്ക എൻഗേജിങ് ആക്കി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി ഇരുത്തും എന്നല്ല പറഞ്ഞത്. മറിച്ച് ഈ ഒരു സിനിമ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ആ തിരക്കഥയ്ക്കുള്ളിൽ അത്യാവശ്യം ഹ്യൂമർ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു, ഇമോഷൻസ് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു, ചെറിയ വയലൻസ്, അങ്ങനെയുള്ള പരിപാടിയൊക്കെ കാഴ്ചവെച്ചിട്ട് തന്നെയാണ് ഈ തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും 2 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത് എന്നുള്ളത്. അത്യാവശ്യം എൻ്റർടൈനിങ് ആക്കി ഇരിക്കാൻ പാകത്തിനുള്ള ഒരു തിരക്കഥ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കൂടാതെ പ്രകടനങ്ങളുടെ കാര്യവും എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. എടുത്തു പറയേണ്ടത് കെവിനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനായിട്ട് മാത്രം ഈ ഒരു സിനിമ കാണാമെന്ന് വേണമെങ്കിൽ പോലും പറയാൻ സാധിക്കും. അത്രയും ഗംഭീരമായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം എന്നുള്ളത്. ഒരേ സമയം ഹ്യൂമറും ഇമോഷൻസും ഒക്കെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നൈസായിരുന്നു. ആ പ്രകടനം വളരെ എൻജോയ് ചെയ്യാൻ സാധിക്കും. നമ്മളിങ്ങനെ എൻ്റർടൈനിങ് ആയി നോക്കിയിരിക്കും. അത്തരത്തിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസുമാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുറേ താരങ്ങളുണ്ട്. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാസ്റ്റ് ആട്ടോ. അതായത് ഒരു ഞാൻ പറഞ്ഞില്ല, ഇത്തരത്തിലുള്ള ഒരു മാൻഷനാണ്, അതിനുള്ളിൽ കുറച്ച് കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വിരലിലെണ്ണാൻ പറ്റുന്ന താരങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും എടുത്തു പറയേണ്ടത് രാധാരവി ഉണ്ട്, റെഡിൻ കിങ്സ്ലി ഉണ്ട്, അതുപോലെ സുനിൽ സുഗുത നമ്മുടെ മലയാള ആക്ടറായിട്ടുള്ള അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ലോയറായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നീറ്റായിരുന്നു. ഇപ്പോൾ റെഡിൻ കിങ്സ്ലിയുടെ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് എനിക്ക് തമിഴിലെ ഒരേ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു താരത്തെ പോലെയാണ് എനിക്ക് ഇദ്ദേഹത്തെയും, അതുപോലെ പിന്നെ ഏതാണ് നമ്മുടെ തമ്പിരാമയ്യ, ഇവരെയൊക്കെ എനിക്ക് തോന്നാറുള്ളത്. പിന്നെയും തമ്പിരാമയ്യൊക്കെ ഇടയ്ക്ക് ചില ക്യാരക്ടർ റോളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും ഒരേ പ്രകടനം, ഒരേ എക്സ്പ്രഷൻ, ഒരേ ഡയലോഗ് ഡെലിവറി. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ ഇപ്പം കാണുമ്പോൾ തന്നെ വെറുപ്പാണ് എന്നുള്ളതാണ് വസ്തുത. ഈ സിനിമയിലേക്ക് എത്തുമ്പോഴും അത്തരത്തിലുള്ള റോളൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്നുള്ളത്, ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ക്യാരക്ടറിൽ ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കണമല്ലോ. ഇവിടെ പുള്ളിയുടെ കാര്യത്തിൽ അത് മിസ്സാണ്. ഏത് സിനിമ എടുത്തു നോക്കിയാലും ഇതേ സംഭവം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു ടോപ്പിക്കല്ല, എങ്കിലും എനിക്കത് പറയണമെന്ന് തോന്നി. അതായത് എനിക്ക് ഇറിറ്റേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇദ്ദേഹം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നിപ്പോവുകയാണ്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അതിന് ടെക്നിക്കലി നോക്കി കാണുവാണെങ്കിലും സിനിമയ്ക്ക് അത്യാവശ്യം ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയുടെ കഥാപരിസരം ഈ മനുഷ്യനായി മാറുമ്പോഴത്തേക്കും അതിനുള്ളിലെ കാഴ്ചകളാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചകളിൽ കൊണ്ടുവെക്കുന്ന മ്യൂസിക് വർക്കാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു ആർട്ട് വർക്കാകട്ടെ, മേക്കപ്പ് ആകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി നിലവാരത്തിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടത് കെവിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബെഗർ എന്നുള്ള ഒരു ക്യാരക്ടറിനെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആക്കി ഒരു ബ്ലാക്ക് ഹ്യൂമർ സിനിമയാണ്. ആ ഒരു ജോണറിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ചിത്രത്തിൻ്റെ BGM സ്കോർ ആകട്ടെ, എഡിറ്റിംഗ് വർക്ക് ആകട്ടെ, ഇതൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഒരിക്കലും ഒരു മസ്റ്റ് വാച്ച് സിനിമയെന്നൊന്നും പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ കാര്യമായിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയൊന്നുമല്ല. കാരണം എന്നുള്ളത് ഇതിൻ്റെ കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. പിന്നെ
കഥ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് ഞാൻ ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ത്രൂ ഔട്ട് പക്ക എൻഗേജിങ് ആക്കി എൻ്റർടൈനിങ് ആക്കി ഇരുത്തുന്ന സിനിമയെന്ന് പറയാൻ സാധിക്കില്ല. കുറച്ചിടങ്ങളിൽ നിങ്ങളെ രസിപ്പിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഥ വലിയധികം മുന്നോട്ട് പോകുന്നില്ലല്ലോ. കാരണം ഒരു ലൊക്കാലിറ്റിയിൽ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സിനിമ വലിയ മൂവ് ആകുന്നില്ല. ഇത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണല്ലോ പറയുന്നതെന്നൊക്കെ ഒരു തോന്നൽ വരും. പിന്നെ കുറച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവെക്കും, പിന്നെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവെക്കും. പിന്നെയും നമുക്ക് ആ ഒരു തോന്നൽ വരും, അയ്യോ കഥ മുന്നോട്ട് പോകുന്നില്ലോ എന്നുള്ളൊരു തോന്നൽ വരും. എങ്കിലും ഒരു ഓവറോൾ നോക്കി കഴിയുമ്പോഴത്തേക്കും സിനിമ അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാം. വലിയൊരു എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഒരു ടൈം പാസിന് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ അതിൻ്റെ ക്ലൈമാക്സും അത്യാവശ്യം രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം നായക കഥാപാത്രവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറച്ച് ഇമോഷൻസും ഉണ്ട്. അത് അത്യാവശ്യം പ്രേക്ഷകരിലേക്ക് വർക്കൗട്ട് ആകുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു എൻഡിങ്ങും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാം. അത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. പക്ഷേ ഒരു മസ്റ്റ് വാച്ച് സിനിമയല്ല, ഒരു ടൈം പാസിനായിട്ട് ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ സിനിമ കാണണം. അത്യാവശ്യം ഹ്യൂമറും കുറച്ച് ത്രില്ലിങ്ങും ആയിട്ടുള്ള സിനിമകൾ കാണണം. കുറച്ച് പുഞ്ചിരിക്കുക, കുറച്ച് ത്രില്ലടിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. സോ ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6/5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.